നമസ്കാരം. രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡായ രത്നലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നവഗ്രഹങ്ങളും അതും രത്നങ്ങളും തമ്മിലുള്ള ബന്ധവും പലതരം രത്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട സൂര്യചന്ദ്ര രത്നങ്ങളായ റൂബി അഥവാ ചന്ദ്രകാന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അതുപോലെ പിന്നീടുള്ള രത്നമായ ചൊവ്വയുടെ രത്നമായ നമ്മുടെ കോറലിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ആദ്യം പോയി കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ അടുത്ത രത്നം, അതായത് ബുധന്റെ രത്നമായ മരതകത്തെക്കുറിച്ചാണ്. അല്ലേ സാറേ? പോകുന്നത് ബുധൻ. ബുധനെ കുറിച്ച് പറഞ്ഞാൽ സൂര്യനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. നമുക്ക് പെട്ടെന്ന് നോർമലായി ഒന്നും കാണാൻ പറ്റത്തില്ല. സൂര്യചന്ദ്രന്മാര് നമ്മൾ വിസിബിൾ ആണ്, ചിലപ്പോൾ ജൂപ്പിറ്റർ വിസിബിൾ ആണ്, ഇത് കാണാൻ പറ്റത്തില്ല. സൂര്യനുമായിട്ട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മൗഢ്യം ബാധിക്കുന്ന ഗ്രഹം ബുധനാണ്. സൂര്യന്റെ ചൂടിന്റെ കൂടെ സൂര്യനും ബുധനും എപ്പോഴും അടുത്തടുത്തടുത്ത ഹൗസുകളിലും ഒരുമിച്ച് കൺജക്ഷൻ എന്ന് പറയും. അതൊക്കെ എപ്പോഴും ചാർട്ടുകളിൽ അങ്ങനെയായിരിക്കും കാണിക്കുന്നത്. അപ്പം സൂര്യന്റെ കൂടെ തന്നെ ബുധനും കാണും, അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ഹൗസിൽ കാണും. അങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ഷൻ പോകുന്നത്. ഇത് ഓരോരുത്തരുടെയും ബർത്ത് ടൈം, മാസങ്ങൾ ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പം ഇതിനകത്ത് ബുധന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ബുധൻ ബുദ്ധി, നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അറിവ്, മെമ്മറി, എഴുത്ത്, വായന, ഇങ്ങനെയുള്ള സംഗതികളുമായിട്ട് എല്ലാം റിലേറ്റഡ് ആയിരിക്കും. ബുധൻ പ്രോമിനൻ്റായിട്ട് ചാർട്ടിൽ നിന്നാൽ അവന് ഈ വക ക്വാളിറ്റീസ് എല്ലാം എന്തെങ്കിലും ഒന്ന് കാണും. ഏറ്റക്കുറച്ചുകളും ഡെസിഗ്നേഷനൊക്കെ മാറ്റം വരും. നന്നായിട്ട് നിന്ന് കരിയർ ഏരിയയിലൊക്കെ നിന്നാൽ നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, കണക്ക് കൈകാര്യം ചെയ്യുന്നവര്, മനസ്സിലെ അക്കൗണ്ട്സുമായിട്ട് വളരെ ബന്ധമുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടോണ്ട് സെയിൽസ്മാൻഷിപ്പും ഒക്കെ റിലേറ്റഡ് ആയിട്ട് ബുധനെയാണ് കാണിക്കുന്നത്. ഓർമ്മ വന്നാൽ ഓർമ്മ പെശകും വരാം. ബുധൻ വളരെ റോങ് സൈഡിലാണെങ്കിൽ നമുക്ക് മെമ്മറി പെട്ടെന്ന് മെമ്മറി കുറവായിരിക്കും. ബുധൻ നന്നായിട്ട് നിന്നാൽ ഒരു കുട്ടിയുടെ ചാർട്ട് കണ്ടാൽ വളരെ സ്റ്റുഡിയസ് ആയിട്ടും അല്ലെങ്കിൽ പഠിത്തത്തിൽ നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ബുധനെ റീഡ് ചെയ്താൽ മതി. അങ്ങനെ അതാ പറഞ്ഞത്, നമ്മൾ ചാർട്ടാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബർത്ത് ചാർട്ടാണ് ഇമ്പോർട്ടൻറ്റ്, ടൈം ഓഫ് ബർത്ത് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏത് പ്ലാനറ്റാണോ പ്രോമിനൻ്റ് ആയിട്ട് ആ വ്യക്തിയുടെ ചാർട്ട് നിൽക്കുന്നു, അതാണ് അയാളുടെ ക്യാരക്ടർ. അപ്പോൾ ബുധൻ വരുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കത്തുള്ളൂ. എടുത്ത് ചാടി ചെയ്യരുത്. ഇപ്പൊ ചൊവ്വ പോലുള്ള ഗ്രഹങ്ങളെ പ്രോമിനന്റ് ആണെങ്കിലും എടുത്തിയാടും, എന്ത് കാര്യത്തിനകത്ത് ആവശ്യമില്ലാതെ പോയി തലയിടും. മനസ്സിലല്ലേ? സൂര്യനാണ് വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ആൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണും, ഒരു ഈഗോ കാണും. ഇങ്ങനെ പോവും. അങ്ങനെയാണ് നമ്മൾ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒരാൾ വന്നു പേര് പറഞ്ഞു സ്റ്റോണെടുത്ത് കൊടുക്കുമല്ല ചെയ്യാം. എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഇതിനകത്ത് നിൽക്കുന്ന ഈ ഇപ്പൊ കല്ലിട്ട എല്ലാ പ്രശ്നങ്ങളും തീരുന്നില്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു കല്ല് നമ്മൾ വാങ്ങി ധരിച്ചു, നമ്മുടെ ഡെസ്റ്റിനി മാറ്റിമറിക്കാന്ന് ഒരിക്കലും കരുതരുത്. അത് തെറ്റായ ഒരു സംഭവമാണ്. ആൾക്കാർ പറയുന്ന പോലെ കല്ലിട്ടത് അങ്ങനെയല്ല. ആ പർട്ടിക്കുലർ പ്ലാനറ്റ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ചില സൊല്യൂഷൻസ് ഒക്കെ വരും. ഇപ്പോൾ നമുക്ക് ബുധനൊക്കെ വളരെ വീക്കായിട്ടും ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് തലവേദന ഉണ്ടാകും, ഓർമ്മ പെശകുണ്ടാകും, മെമ്മറി കുറവായിരിക്കും. കുട്ടികൾക്ക് മെമ്മറി ഒക്കെ പെട്ടെന്ന് പഠിച്ചാലും പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് സ്യൂട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഈ രത്നം ധരിച്ചാൽ അവർക്ക് വളരെ ഗുണകരമായിട്ട് വരും. സ്ലോയിൽ വരുന്നത് പിറ്റേ ദിവസമോ അന്ന് വൈകുന്നേരം ഒന്നുമല്ല. അത് സ്ലോലി നമ്മൾ വൈറ്റമിൻസും ഭക്ഷണവും മിനറൽസും വെള്ളമൊക്കെ കുടിച്ചാലും നമുക്കത് നമ്മുടെ ബോഡിയിൽ അത് കുറേശ്ശെയാണ് വന്നു ചേരുന്നത്, അല്ലേ? അപ്പോൾ അത് സ്ലോ ആൻഡ് സ്റ്റഡിനെസ് ആണ് എപ്പോഴും കല്ലുകളുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ കല്ലുകൾ ധരിക്കുമ്പോൾ നമ്മൾ കൃത്യം, ഇപ്പോൾ ഒരു എമറാൾഡ് ധരിക്കണമെങ്കിൽ ബുധൻ്റെ രത്നം എന്ന് പറയുന്നത് എമറാൾഡ് പച്ചയാണ്, ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ തന്നെ ഒരു നല്ല ഒരു കളറാണ്. അപ്പോൾ അത് നമ്മൾ ചെടികൾ, വീട്ടമ്മമാരൊക്കെ നല്ല എപ്പോഴും നമ്മൾ
ഈ അവർ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കെല്ലാം ബുധൻ എന്തെങ്കിലും ഒരു ബാക്കപ്പ് കാണും, ബുധന്റെ ഒരു ബാക്കപ്പ് അവർക്ക് കാണും. ആയുർവേദ ഡോക്ടേഴ്സ് കരിയർ ഏറിയാലും അത് അങ്ങനെ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബുധൻ വളരെ വളരെ സവിശേഷവും വളരെ ഐശ്വര്യമുള്ള ഒരു പ്ലാനറ്റ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായല്ലേ? നവഗ്രഹങ്ങൾ ശ്രേഷ്ഠ ഗ്രഹങ്ങളിൽ പെടുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അപ്പം ബുധന്റെ രത്നം എന്ന് പറയുന്നത് ഭരതകം. പിന്നെ അതിന്റെ ഉപരത്നങ്ങൾ ഒരുപാടുണ്ട്. പിരീഡോട്ട് ഇങ്ങനെ ഒരുപാട് രത്നങ്ങൾ ഉപരത്നങ്ങളുണ്ട്. പച്ച നിറത്തിലുള്ള കല്ലുകളെല്ലാം തന്നെയും നമുക്ക് ഈ ബുധന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കരുതാം. ജീഡ്, വിനിക്സ്, ഇങ്ങനെ വെഞ്ചുറൈൻ എന്നൊക്കെ പറഞ്ഞ കല്ലുകളെല്ലാം ഇതിനകത്ത് വരുന്ന കല്ലുകളാണിത്. അപ്പം ഇതെല്ലാം നമുക്ക് ആണെങ്കിൽ പോലും നമ്മളെ ഈ പറഞ്ഞ പോലെ വെറുതെ അതിൻ്റെ ഒരു നക്ഷത്രം നോക്കിയിട്ട് ആയില്യം, തൃക്കേട്ട, രേവതി 3 നക്ഷത്രക്കാർ ഇപ്പോൾ ജുവല്ലറി പോയാലും എമറോൾഡ് ആയിരിക്കും, ഭരതക. അത് തെറ്റാണെന്നാണ് ഞാൻ കഴിഞ്ഞ നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടോ ഒരു സോഡിയാക് സൈനിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എനിക്ക് ബുധദശാകാലമാണ് ഞാൻ ബുധന്റെ കല്ല് ധരിക്കാം അങ്ങനെയെന്ന് കരുതരുത്. ബുധൻ വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആ ദശാകാലം അയാൾക്ക് വളരെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിന്റെ പുറത്ത് അതിന്റെ കല്ലും കൂടെ ഇട്ടാൽ തീർന്നു. അതെ, അതുകൊണ്ട് കല്ലുകൾ ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് എംബ്രാൾഡൊക്കെ ധരിക്കുമ്പോഴും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം രത്നങ്ങളെല്ലാം ധരിക്കാനായിട്ട്. സാർ, ഈ നമ്മളിപ്പം ഹാർഡ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എംബ്രാൾഡ് ആണ് ഒട്ടും ഹാർഡ്നെസ് കുറഞ്ഞ കല്ലെന്ന്. അപ്പൊ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസുകളൊക്കെ നവരത്നങ്ങളില് ഹാർഡ്നെസ് കുറഞ്ഞ കല്ല് എന്ന് പറയുന്നത്. വേറെ സോഫ്റ്റ് സ്റ്റോൺസ് ഒരുപാടുണ്ട്. നവരത്നങ്ങളില് എമറാൾഡ് ആണ്. അപ്പൊ അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലോസ് കണ്ടമാനമുണ്ട്. എമറാൾഡ് ക്രിസ്റ്റൽസ് ആർ കോമൺലി ഫ്ലോഡ് എന്നാ പറയുന്നത്, പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഫ്ലോസ് ഉള്ള രത്നമാണെങ്കിൽ ഇത് എമറാൾഡ് ആണ് നമ്മൾ മനസ്സിലാക്കുക ചെയ്യുന്നത്. ഒട്ടും ഒരു ഫ്ലോസും ഇല്ല. എമറാൾഡ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി വേണം കണ്ണിനെ കാണാനായിട്ട്. അതിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 7.5 ആ മോഹന്റെ സ്കെയിലിൽ. 7 to 7.5 ഒക്കെ വരും ഓരോ മൈനിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ അവിടെ 7.5 അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡയമണ്ട് 10 ആണ്. ഡയമണ്ട് 10 ആണ്. ഇത് 7.5. സഫയർ 9. ഇങ്ങനെയാണ് ഈ ഇതിന്റെ ഹാർഡ്നെസ് കണക്ക് ചെയ്യുന്നത്. വഴി കിടന്നൊരു പച്ചക്കല്ല് കിട്ടി, നമ്മൾ അവിടെ കൊണ്ടുവന്ന ആദ്യം അവർ ഹാർഡ്നെസ് ആണ് നോക്കുന്നത്. ഹാർഡ്നെസ് ആണെങ്കിൽ എമറാൾഡ് കാറ്റഗറി വരും. എമറാൾഡിന്റെ കാറ്റഗറൈസ് ചെയ്യും. തന്നെയല്ല അതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞ ബെറിൽ എന്ന് പറയുന്നത് കണ്ടന്റ്. ബെറിൽ കണ്ടന്റ് ഉള്ള ഒരുപാട് ക്രിസോ ബെറിൽ, കാറ്റ്സൈ ഒക്കെ അതിനകത്ത് വരുന്നത്. അങ്ങനെ ഒരുപാട് കല്ലുകളുണ്ട്. എന്നാലും എമറാൾഡ് ബെറിലാണ് അതിന്റെ കണ്ടന്റ്. അതാണ് ആ ഗ്രൂപ്പിലാണ് ബെറിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എമറാൾഡ്, ഭരതകം. സാർ ഇത്രയും പറഞ്ഞ കേട്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് എമറാൾഡിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറയാനും നമുക്ക് കേൾക്കാനും ഉണ്ട്. ഏതായാലും അതൊന്നും ഒറ്റ എപ്പിസോഡിൽ തീരാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. പക്ഷേ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ എമറാൾഡിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. രത്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉറപ്പായിട്ടും സയൻറ്റിഫിക് ആയിട്ട് അറിയാവുന്നവരെ കൊണ്ട് നോക്കിച്ച ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. ശിവാസ് കോട്ടയത്തും ഷാർജയിലും ഇതിനുള്ള സേവനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.